വാലിന്റെ സദസ്സിൽ വന്നിരുന്ന് വാല് കേൾക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കും. പുരുഷന്മാരെക്കാളും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വാലിന്റെ സദസ്സിൽ വന്നിരിക്കുന്ന സ്ത്രീകൾക്ക് ധാരാളം പ്രതിഫലം അള്ളാഹു തആല നൽകും. അല്ലേ? ചിലപ്പോ പുരുഷന്മാരൊക്കെ ബൈക്കിലൊക്കെ ആയിരിക്കും വാലിന് വരിക, ഉമ്മമാർക്ക് അങ്ങനെയല്ല, എല്ലാവരും കൂടെ കൂടിയിട്ട് നടന്നിട്ടായിരിക്കും വാലിന്റെ സദസ്സിലേക്ക് വരിക. പുരുഷന്മാരൊക്കെ രണ്ട് കൈ ഇങ്ങനെ വീശിയിട്ടാ വാതിലേക്ക് വരിക. സ്ത്രീകൾ അങ്ങനെയല്ല, ചെറിയ കുഞ്ഞുണ്ടാവും കയ്യിൽ, ആ കൈക്കുഞ്ഞിനെയും കൂട്ടിയിട്ടാണ്, കയ്യിൽ പിടിച്ചിട്ടാണ് വാതിൽ സദസ്സിലേക്ക് വരിക. അപ്പൊ ഉമ്മമാർക്കൊക്കെ വാതിൽ സദസ്സിലേക്ക് വന്നിരുന്ന് അള്ളാഹുവിന്റെ ദീനിയായ അറിവുകൾ കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാർക്ക് വലിയ പവറുണ്ട്, വലിയ കൂലിയുണ്ട്. എന്തിന്റെ പേരിൽ? നല്ല ക്ഷമ വേണം. ഏതിനും ക്ഷമ. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത് ബിമാ സ്വബറൂ, ഓ ഈമാനുള്ള ജനങ്ങൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവി ലഭിക്കാൻ കാരണം ഇബാദത്തുകളുണ്ട്, ശരിയാണ്, തെറ്റ് ചെയ്യാതെ ജീവിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അതിന്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? ആ അടിസ്ഥാനമാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് ബിമാ സ്വബറൂ, അവരുടെ ത്യാഗം കാരണമാണ് കേട്ടോ, സ്വബർ കാരണമാണ് കേട്ടോ, ക്ഷമ കാരണമാണ് കേട്ടോ. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ് വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. ഓ സുഹൃത്തുക്കളെ, ആ സ്വർഗത്തിൽ ഒന്നെത്തിക്കിട്ടിയാൽ ആ സ്വർഗത്തിൽ കാണികയുണ്ട്, തഹിയ്യത്തുണ്ട്. കാണിക എന്ന് പറഞ്ഞാൽ മനസ്സിലായി? കാണിക്കയുണ്ട് സ്വർഗത്തിലെത്തിയ. എന്റെ കന്നഡയിൽ, ഞാൻ നിങ്ങളെ മലയാളി ഒന്നുമല്ലല്ലോ, ഞാൻ മലപ്പുറക്കാരനൊന്നുമല്ല. അപ്പൊ എന്റെ കന്നഡയിൽ കാണിക്ക എന്ന് പറയും. കാണിക്ക. ഈ പള്ളിയുടെ മുന്നിലൊക്കെ ഒരു പെട്ടി കാണാം അല്ലേ? അതിന് നേർച്ച പെട്ടി നിങ്ങൾ പറയാം. ഞങ്ങൾ അവിടെ കന്നഡയിൽ എഴുതിയിരിക്കും കാണിക്ക ഡബ്ബി എന്ന് എഴുതിയിരിക്കും. കാണിക്ക. ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷെ ഞാനിപ്പോ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കിടക്കണില്ല. കാണിക്ക. ആ സ്വർഗത്തിലെത്തിയവർക്ക് കാണിക്കയുണ്ട്. ഇവിടെ നിങ്ങൾ നോക്ക്, ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യനെ കാണുമ്പോഴുള്ള കാണിക്ക എന്താ? അസ്സലാമു അലൈക്കും, സലാം പറയാണ്. അഫ്ശുസ്സലാമ ബൈനക്കും, പുരുഷന്മാര് പരസ്പരം സലാം പറയണം, സ്ത്രീകൾ പരസ്പരം സലാം പറയണം. ആണ് പെണ്ണിന് സലാം പറയരുത്, പെണ്ണ് ആണിന് സലാം പറയരുത്. ചില സ്ത്രീകൾ മസ്അല ചോദിക്കാൻ വേണ്ടി വിളിക്കും, ഇതുപോലെ തന്നെ ദുആ ചെയ്യാൻ ആവശ്യപ്പെടാൻ വേണ്ടി വിളിക്കും. തുടക്കത്തിൽ തന്നെ അസ്സലാമു അലൈക്കും ഉസ്താദേ എന്ന് സലാം പറഞ്ഞിട്ടാ മസല ചോദിക്കുന്നത് വേണ്ട. ഓ ഉമ്മമാരെ, നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കാനാണെങ്കിലും മസല ചോദിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും ആലിമീങ്ങൾക്ക് വിളിക്കുമ്പോൾ ആലിമീങ്ങൾ അന്യ പുരുഷന്മാരാണ്, അവർക്ക് സലാം പറഞ്ഞുകൂടാ. സ്ത്രീകൾ തമ്മിൽ സലാം പറയണം, പുരുഷന്മാര് തമ്മിൽ സലാം പറയണം, ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സലാം പറയണം. പടിഞ്ഞാറങ്ങാടിയിലേക്ക് പോകുമ്പോ ഇത് എന്താ പടിഞ്ഞാറ്റുമുറി അങ്ങാടിയിലേക്ക് പോകുമ്പോ ഓ വീട്ടിൽ നിന്നിറങ്ങുന്ന ഭർത്താവ് അതേ ഭാര്യക്ക് സലാം പറഞ്ഞു പോകണം. ദാ ഞാൻ പോവാണട്ടാ, അസ്സലാമു അലൈക്കും. കേവലം ഞാൻ പോവാണട്ടാ എന്ന് പറഞ്ഞിട്ടല്ല പോകേണ്ടത്. ദാ ഞാൻ പോയി വരട്ടോ, അസ്സലാമു അലൈക്കും, അങ്ങനെയാ പറയേണ്ടത്. അപ്പൊ ഭാര്യ വഅലൈക്കും അസ്സലാം. കാരണം സലാമിന് വലിയ ബഹുമാനമുണ്ട്, വലിയ മഹത്വമുണ്ട്. പക്ഷേ ചെറുപ്പക്കാരെ, വളരെ സങ്കടത്തോടെ പറയട്ടെ, തൊട്ടടുത്ത് തലയിൽ തൊപ്പി വെച്ചിട്ടുള്ള ഒരാളെ കാണുമ്പോഴും തലയിൽ തലകെട്ട് കെട്ടിയ ഒരാളെ കാണുമ്പോഴും ഇന്നുള്ള പല ചെറുപ്പക്കാർക്കും സലാം പറയാൻ ഒരു മടിയാണ് കേട്ടോ.
അങ്ങനെ ഒരു മടി ഉണ്ടാകാൻ പാടില്ല. കാരണം മുസ്ലിമീങ്ങൾ തമ്മിലുള്ള കാണിക്കയാണ് സലാം, അസ്സലാമു അലൈക്കും. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ലോകത്ത് ഏറ്റവും വലിയ പിശുക്കുള്ള മനുഷ്യൻ ആരാണ്? ലോകത്ത് ഏറ്റവും വലിയ പിശുക്കുള്ള മനുഷ്യൻ ആരാണ്? അതാ സംഭാവന ചോദിക്കുമ്പോൾ സംഭാവന കൊടുക്കാത്തവൻ അല്ല, അവർ പിശുക്കന്മാരാ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോ സുബ്ഹാന ജല്ല ജലാലു സദസ്സിൽ സംഭാവന ചോദിച്ചപ്പോ ആളുകൾ സംഭാവന തന്നത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. ഞാൻ കർണാടകയിൽ എന്റെ നാട്ടിൽ വാത് പറഞ്ഞ പല സ്ഥലത്തും ഞാൻ ഈ സദസ്സിനെ ഓർത്ത് സംസാരിച്ചത് ഞാനിപ്പോ ഓർക്കുകയാണ്. അന്നത്തെ സദസ്സിൽ പുരുഷന്മാരും സ്ത്രീകളൊക്കെ നല്ല സംഭാവന തന്നിരുന്നു. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. പക്ഷേ സംഭാവന തരാത്തവനല്ല ഏറ്റവും വലിയ പിശുക്കൻ. പിന്നെ ഏറ്റവും വലിയ പിശുക്കനാരാ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഹദീസിൽ കാണാം. അതേ, ഞാൻ ഇന്നലെ എന്റെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് മിഷ്കാത്ത് ഓതിക്കൊടുത്തപ്പോൾ അതിൽ കണ്ടു, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, അതാ വേറെയൊരു മനുഷ്യന്റെ ഈത്തപ്പഴ മരം, ആ ഈത്തപ്പഴത്തിന്റെ മരമുണ്ടല്ലോ, ഈത്തപ്പന, അത് എന്റെ തോട്ടത്തിൽ ഇങ്ങനെ വീഴുകയാണ്. ആ മനുഷ്യന്റെ ഈത്തപ്പഴ മരത്തിൽ നിന്നുള്ള ഈത്തപ്പഴം എന്റെ പറമ്പിൽ വീഴുകയാണ്. അതേ, അത് എനിക്ക് വല്ലാത്ത ശല്യമാണ് നബിയേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ വിളിക്കാൻ പറഞ്ഞു. ആ മനുഷ്യൻ വന്നു, അവനോട് ചോദിച്ചു, മനുഷ്യ, നിന്റെ ആ ഈത്തപ്പനെ നീ എനിക്ക് വിൽക്കുമോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, വിൽക്കൂല. അപ്പൊ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളൊരു ചോദ്യം തങ്ങൾ ചോദിക്കുകയാണ്, ഇനി വിൽക്കണ്ട, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ, എനിക്ക് സൗജന്യമായി നൽകുമോ? അപ്പോഴും ഈ മനുഷ്യന്റെ മറുപടി ഇല്ല, സൗജന്യമായി നൽകൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമതായി ചോദിക്കുകയാണ്, ഓ മനുഷ്യ, ഫബിഅനിഹി ബിഅദ്ഖിൻ ഫിൽ ജന്ന, ഞാൻ നിനക്ക് സ്വർഗ്ഗത്തിലെ ഈത്തപ്പന നൽകാം. ആ സ്വർഗ്ഗത്തിലുള്ള ഈത്തപ്പനക്ക് പകരമായി നീ ഈ ഈത്തപ്പന എനിക്ക് വിൽക്കുമോ? അപ്പൊ ഈ മനുഷ്യൻ പറയാനില്ല, തരൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ മനുഷ്യനെ എത്ര വലിയ ലുബ്ധനായിരിക്കും. എന്തേ കാരണം? വിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഓക്കെ, മറുപടി കൊടുത്തു. സൗജന്യമായി നൽകുമോ? ഇല്ല, മറുപടി കൊടുത്തു. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താ ചോദിച്ചത്? നീ എനിക്ക് തന്നാൽ ഇതിന് പകരം സ്വർഗത്തിൽ ഞാൻ നിനക്ക് തരാം. അപ്പോഴും മറുപടി ഇല്ല, തരൂല്ല. ഈ മനുഷ്യനേക്കാൾ വലിയ ലുബ്ധൻ ആരെങ്കിലും ഉണ്ടോ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഇമാം ബൈഹഖി തങ്ങൾ ശുഅബുൽ ഈമാനിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ റഅയ്തുല്ലദീ ഹുവ അബ്ഖലു മിൻക, ഓ മനുഷ്യ, നിന്നേക്കാൾ ലുബ്ധനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇല്ലല്ലദീ യബ്ഖുലു ബിസ്സലാം, എന്നാലും പറയട്ടെ, നിന്നേക്കാൾ വലിയ ലുബ്ധൻ വേറെ ഒരുത്തനുണ്ട്. നീ ഏറ്റവും വലിയ പിശുക്കുള്ളവനാണ്, എന്നാലും നിന്നേക്കാൾ വലിയ പിശുക്കുള്ളവൻ, നിന്നേക്കാൾ വലിയ ലുബ്ധനുണ്ട്. അതാരാണ്? അല്ലദീ യബ്ഖുലു ബിസ്സലാം, സലാം പറയാൻ മടിക്കുന്ന മനുഷ്യൻ, സലാം പറയാൻ പിശുക്ക് കാണിക്കുന്ന മനുഷ്യൻ, സലാം പറയാൻ ലുബ്ധത കാണിക്കുന്ന മനുഷ്യൻ, അവനേക്കാൾ വലിയ പിശുക്കൻ ഈ ലോകത്ത് വേറെ ഇല്ല.
സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആ കാണിക്കയാണ് സലാം. എന്നാൽ സ്വർഗത്തിൽ ഒരു കാണിക്കയുണ്ട്. ആ കാണിക്കയെ കുറിച്ചാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് കാണിക്ക ലഭിക്കാൻ പോകുന്നു. ഏതാണ് കാണിക്ക? ആ കാണിക്ക ആരിൽ നിന്നുള്ള കാണിക്കയാണ്? അതേ മറ്റൊരു ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബിൻ സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖുബദ്ദാർ. സ്വർഗത്തിൽ എത്തിയ സത്യവിശ്വാസികൾ ഉണ്ടല്ലോ, ആ സ്വർഗത്തിലെത്തിയ മുഅ്മിനീങ്ങളുടെ അരികിൽ ആ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും മലക്കുകൾ പ്രവേശിക്കും. എന്നിട്ട് മലക്കുകൾ അവിടെ പോയി ആ സ്വർഗത്തിലുള്ള മുഅ്മിനീങ്ങളോട് മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും, നിങ്ങളുടെ മേലെ കാണിക്കയുണ്ട് കേട്ടോ. അതാ മലക്കുകൾ പോയി കാണിക്ക സമർപ്പിക്കൂ. എന്തിന്റെ പേരിലാണ് നിങ്ങളുടെ മേൽ സലാമുള്ളത്? ബിമാ സ്വബർതു. ഈ സ്വർഗത്തിൽ നിങ്ങൾ എത്താനുള്ള കാരണം എന്താണ്? ഈ സ്വർഗത്തിൽ നിങ്ങൾ എത്താനുള്ള കാരണം അതേ ബിമാ സ്വബർതു, നിങ്ങൾ ക്ഷമിച്ച ക്ഷമയാണ് കേട്ടോ, നിങ്ങൾ കാണിച്ച സ്വബറാണ് കേട്ടോ. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ക്ഷമ 3 വിധത്തിൽ ക്ഷമയുണ്ട്. ഒന്ന് 3 വിധത്തിൽ ക്ഷമയുണ്ട്. ഒന്നാമത്തെ ക്ഷമ മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, അസ്വബ്റു അലാ അദാഇ ത്വാഅത്ത്. ഇബാദത്തുകൾ ചെയ്യുന്നതിന്റെ മേൽ ക്ഷമിക്കുക. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇബാദത്ത് ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ വേണം. ചിലർ നിസ്കരിക്കുന്നു, വേറെ ചിലർ നിസ്കരിക്കുന്നില്ല. ചില ഉമ്മമാർ കൃത്യമായും നിസ്കരിക്കുന്നു, വേറെ ചില ഉമ്മമാർ കൃത്യമായി നിസ്കരിക്കുന്നു, പക്ഷെ ഇടക്ക് നിസ്കാരം ഖളായി പോകുന്നു. പാടില്ല. ഓ ഉമ്മമാരെ, നിസ്കാരം ഖളാ ചെയ്യാതെ കൃത്യമായും നിസ്കരിക്കാൻ നല്ല ക്ഷമ വേണം. ആ ക്ഷമ ഉണ്ടെങ്കിലേ സ്വർഗത്തിലെത്തുള്ളൂ. അതുകൊണ്ടാണ് ക്ഷമ എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു 3 വിധത്തിൽ ക്ഷമ ഉണ്ട്. ഒന്ന് അസ്വബ്റു അലാ അദാഇ ത്വാഅത്ത്. ഇബാദത്തുകൾ ചെയ്യാൻ നല്ല ക്ഷമ വേണം. രണ്ടാമത്തെ ക്ഷമ മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, അസ്വബ്റു അലാ തർക്കി മഅസിയത്തില്ലാഹ്. ചിലപ്പോൾ തെറ്റ് ചെയ്യാൻ നല്ല സാഹചര്യം ഉണ്ടാവും. ഇന്നൊക്കെ തെറ്റ് ചെയ്യാനുള്ള കവാടങ്ങൾ മുഴുവനും തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആ തെറ്റുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ തെറ്റ് ചെയ്യാതെ ജീവിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. മൂന്നാമതായി മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, അതേ ഫഹുവ സ്വബ്റു അലാ തജാവുസിൽ അഖ്ദാരിൽ മുഅലിമത്തി വൽ മസാഇബി ശദീദ. നല്ല പ്രയാസങ്ങൾ ഉണ്ടാകും, വിഷമങ്ങൾ ഉണ്ടാകും. ജീവിതമാകും ദുനിയാവല്ലേ, ദുനിയാവില് രോഗങ്ങൾ ഉണ്ടാകും, അസുഖങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിലൊക്കെ നല്ല ക്ഷമ വേണം. ഞാനിങ്ങോട്ട് വരുന്ന സമയത്തും പലരും രോഗികളായി ദുആ കൊണ്ട് ഏൽപ്പിച്ച പലരും ഉണ്ട്. അല്ലാഹുവേ, എന്ത് രോഗമാണെങ്കിലും ഈ ഇൽമിന്റെ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ പരിപൂർണ്ണ ശിഫാ നൽകണം അല്ലാഹ്. അപ്പൊ 3 വിധത്തിലുള്ള ക്ഷമ. ആ 3 വിധത്തിലുള്ള ക്ഷമ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമതായി അതേ മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ഇബാദത്ത് ചെയ്യാൻ നല്ല ക്ഷമ വേണം കേട്ടോ. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി. ഓ ഉമ്മമാരെ, ഓ
സഹോദരിമാരെ, സൃഷ്ടാവായ അല്ലാഹു തആല ആരാണ്? ആ റബ്ബിനെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയാണ്, റബ്ബുസ് സമാവാതി വൽ അർളി, ആകാശങ്ങളുടെ റബ്ബാണവൻ, ഭൂമിയുടെ റബ്ബാണവൻ, വമാ ബൈനഹുമാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ള റബ്ബാണവൻ. ഫഅബ്ദുഹു, ആ റബ്ബിന് വേണ്ടി നിങ്ങൾ ഇബാദത്ത് ചെയ്യണോ. ഫഅബ്ദുഹു, ആ റബ്ബിന് വേണ്ടി നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന് ഖുർആനിൽ പറഞ്ഞ അല്ലാഹു തആല ഉടൻ തന്നെ പറയുകയാണ്, വസ്തബിർ ലിഇബാദതിഹി, ആ ഇബാദത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ഷമ വേണം കേട്ടോ. നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ക്ഷമിക്കുന്നവർക്ക് മാത്രമേ കൃത്യമായും നിസ്കരിക്കാൻ കഴിയുകയുള്ളൂ. ഓ ചെറുപ്പക്കാരെ, സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരില്ലേ, ഇതുപോലെ സുബ്ഹി നിസ്കാരത്തിന് തീരെ എണീക്കാത്ത ചെറുപ്പക്കാരില്ലേ? എന്തേ ചില ചെറുപ്പക്കാര് സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത്, ആ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ ചെറിയ ക്ഷമയൊന്നുമല്ല, നല്ല ക്ഷമ വേണം. ക്ഷമിച്ചുകൊണ്ടാണ്, സഹിച്ചുകൊണ്ടാണ്, ത്യാഗം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അതാ പള്ളിയിലേക്ക് സുബ്ഹി ജമാഅത്തിന് വരുന്നത്. ഇതുപോലെ വേറെ ചില ചെറുപ്പക്കാരോ, ആ ചെറുപ്പക്കാർക്ക് തീരെ ക്ഷമയില്ല. സുബ്ഹി നിസ്കരിക്കാൻ എണീക്കാനോ അവന് തീരെ മനസ്സില്ല, അവൻ എണീക്കുന്നില്ല, കൃത്യമായും നിസ്കരിക്കാൻ അവന് കിട്ടുന്നില്ല. എന്തേ കാരണം? നിസ്കരിക്കുമ്പോൾ നല്ല ക്ഷമ വേണം, ഇവനെ തീരെ ക്ഷമിക്കാൻ കിട്ടുന്നില്ല. ഓ ചെറുപ്പക്കാരെ, ക്ഷമയുള്ളവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ എന്നല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഖുർആനിൽ അല്ലാഹ് ചോദിച്ചത്, അഹസിബന്നാസു അൻ യുത്രകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഓ ജനങ്ങളെ, നിങ്ങൾ കേവലം മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞ് നടന്നതുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ ഒരാളും കരുതേണ്ടതില്ല. നിങ്ങൾ കേവലം മുഅ്മിനീങ്ങളാണ് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ? കരുതണ്ട. അഹസിബന്നാസു അൻ യുത്രകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. നിങ്ങളെ ശിക്ഷിക്കപ്പെടാതെ നിങ്ങൾ കേവലം മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞു നടന്നതുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ കരുതണ്ട. എന്തേ കാരണം? ഈമാൻ ഉള്ളത് കൊണ്ട് മാത്രം മതിയാവുകയില്ല. ആ ഈമാനിനനുസരിച്ച് നല്ല തഖ്വ വേണം. ആ തഖ്വ ചെയ്യാൻ നല്ല ക്ഷമ വേണം. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ ക്ഷമ വേണം. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നല്ല ക്ഷമ വേണം. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. ഓ കരളിന്റെ കഷ്ണങ്ങളായ ഈമാനുള്ള ചെറുപ്പക്കാരെ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ലേ? ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം, ഈജിപ്തിലെ രാജ്ഞി അസീസ് രാജാവിന്റെ പത്നി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ നോക്കിയില്ലേ? അല്ലാഹു തആല വലിയ സൗന്ദര്യം നൽകിയ പ്രവാചകനല്ലേ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം കണ്ട് മിസ്രിലെ രാജ്ഞി രാജാവിന്റെ പത്നി വശീകരിക്കാൻ നോക്കിയില്ലേ? ആ വശീകരിക്കാൻ നോക്കിയപ്പോൾ
യൂസുഫ് നബി അലൈഹിസ്സലാം ആ തെറ്റിൽ അകപ്പെട്ടു പോകാതെ യൂസുഫ് നബി അലൈഹിസ്സലാം ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ വലിയ ആയുധമുണ്ടായിരുന്നു. ഏതാണ് ആയുധം? അത് തോക്കല്ല, വാളല്ല, പീരങ്കിയല്ല, ബോംബല്ല, എല്ലാറ്റിനേക്കാളും വലിയ പവറുള്ള ആയുധമാണത്. അതാണ് ക്ഷമ എന്ന ആയുധം. ആ ക്ഷമിച്ചത് കൊണ്ടല്ലേ ഒരു തെറ്റിലേക്ക് ഒരു പെണ്ണ് ക്ഷണിച്ചപ്പോൾ ആ പെണ്ണിന്റെ വശീകരണത്തിൽ അകപ്പെട്ടു പോകാതെ ക്ഷമിച്ചത് കൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹ് പറഞ്ഞില്ലേ, യൂസുഫ് നബി അലൈഹിസ്സലാമിന് വല്ലാത്ത ക്ഷമയാണ് കേട്ടോ. അതുകൊണ്ട് ഇന്നഹു മയ്യത്തഖി വയസ്ബിർ, ഒരാള് നല്ല തഖ്വയിലായി ജീവിച്ചാലോ വയസ്ബിർ, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അതാ നല്ല ക്ഷമയോടുകൂടെ ആ തെറ്റിൽ നിന്ന് മാറി നിന്നാലോ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, അവർ വലിയ ഗുണം ചെയ്തവരാണ്. ആ ഗുണം ചെയ്തവരുടെ പ്രതിഫലം ഒരിക്കലും അല്ലാഹു തആല നഷ്ടപ്പെടുത്തുകയില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരുകളോട് ഒരു ചോദ്യം, അയ്യുഹുമാ അഫ്ളലു റജുലുൻ ലാ യസ്തഹിൽ മഅസിയത അം റജുലുൻ യസ്തഹിഹാ വയസ്ബിറു അലൈഹാ. രണ്ട് ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാർ മനസ്സിലാക്കണം. ഈ രണ്ട് ചെറുപ്പക്കാരെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ ചെറുപ്പക്കാരൻ ആരാണ്? ഈ രണ്ട് ചെറുപ്പക്കാർ. ഒന്ന്, അവന് തെറ്റ് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത മനുഷ്യനാണ്. അവനെ അള്ളാഹ് സൃഷ്ടിച്ചത് തന്നെ അങ്ങനെയാണ്. അവന്റെ തന്നെ തെറ്റ് ചെയ്യാൻ തീരെ അവന് താല്പര്യമില്ല, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ. മറ്റൊരു ചെറുപ്പക്കാരനോ, അവന് തെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവന് തെറ്റ് ചെയ്യാൻ നല്ല വികാരമുണ്ട്, താല്പര്യമുണ്ട്. പക്ഷേ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അവൻ തളർന്നു പോകാതെ പതറിപ്പോകാതെ നല്ല ക്ഷമിച്ചിട്ട് തെറ്റെന്ന് മാറി നിൽക്കും. ഈ രണ്ട് ചെറുപ്പക്കാരിൽ ഏറ്റവും ഉത്തമനായ ചെറുപ്പക്കാരൻ ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം. ഫഖാല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലദീന യസ്തഗൂനൽ മഅസിയത വലാ യഅമലൂന ബിഹാ, തീരെ തെറ്റ് ചെയ്യാൻ അവസരം ലഭിക്കാത്ത ചെറുപ്പക്കാരനല്ല, തെറ്റുകൾക്കിടയിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരനാണ്. ആ തെറ്റുകൾക്കിടയിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ വേണമെങ്കിൽ ഇവനും തെറ്റ് ചെയ്യാം, വേണമെങ്കിൽ ഇവനും തെറ്റ് ചെയ്യാം. പക്ഷേ ആ തെറ്റിനൊന്നും ഇവൻ പോകാതെ ഇവൻ ക്ഷമിക്കുകയാണ്. ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, അത്തരക്കാരായ ചെറുപ്പക്കാരുടെ മനസ്സുകളെയാണ് അല്ലാഹു തആല തഖ്വക്ക് വേണ്ടി പരീക്ഷിക്കുന്നത്. ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ അദീം. അല്ലാഹു തആല അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കുന്നു. വ അജ്റുൻ അദീം, അല്ലാഹു തആല അവർക്ക് വലിയ പ്രതിഫലം കൊടുക്കും കേട്ടു. കുല്ലു ഇബ്നി ആദം ഖത്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മനുഷ്യർ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്, തെറ്റ് ചെയ്യാത്ത മനുഷ്യർ ഇല്ല. പ്രായമുള്ളവരോട് ചോദിക്കട്ടെ, ഇന്ന് നല്ല പ്രായമുണ്ട്, പക്ഷേ യുവത്വത്തിൽ തെറ്റ് ചെയ്യാത്തവർ എന്റെ സദസ്സിലുണ്ടാകുമോ? യുവത്വം കഴിഞ്ഞിട്ടല്ലേ വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്.
ഏത് പ്രായമുള്ള ഉപ്പമാരായാലും ഉമ്മമാരായാലും ആ യുവത്വം കഴിഞ്ഞിട്ടല്ലേ വാർദ്ധക്യത്തിലെത്തുന്നത്. ആ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള സമയത്ത് തെറ്റ് ചെയ്യാത്ത ഉപ്പമാരെന്റെ സദസ്സിലുണ്ടോ? തെറ്റ് ചെയ്യാത്ത ഉമ്മമാരെന്റെ സദസ്സിലുണ്ടോ? ഇത് ഞാനല്ലല്ലോ പറയുന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കുല്ലു ഇബ്നു ആദം ഖത്താ, മനുഷ്യർ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. അതേ സമയത്ത് വഖൈറുൽ ഖത്വാഈന അത്തവ്വാബൂന, തെറ്റ് ചെയ്യുന്നവരിലും നല്ലവരുണ്ട്, ചീത്തയായവരുണ്ട്. ജീവിതത്തിൽ തെറ്റ് ചെയ്തവരിലും നല്ലവരുണ്ട്, ചീത്തയായവരുണ്ട്. വഖൈറുൽ ഖത്വാഈന അത്തവ്വാബൂൻ, തെറ്റ് ചെയ്തവരിൽ ഏറ്റവും നല്ലവരാരാണെന്നറിയുമോ? ജീവിതത്തിൽ വന്ന തെറ്റുകൾ മുഴുവനും ഓർത്ത് സൃഷ്ടാവായ റബ്ബിന്റെ മുന്നിൽ അവതരിപ്പിച്ച് ആ റബ്ബിനോട് കേണപേക്ഷിക്കാനാണ് കേട്ടൂ. അത് മറ്റൊരാൾ അറിയണമെന്നില്ല. പരിശുദ്ധ ഇസ്ലാം എത്ര സമഗ്രമായ മതമാണ് ഇസ്ലാം, എത്ര ആശയ സമ്പുഷ്ടമായ മതമാണ്. എന്തേ കാരണം? ഇവിടെ പല മതങ്ങളുണ്ട്. ഒരു മതത്തെയും കുറ്റപ്പെടുത്തുകയല്ല, ഓരോ മതത്തിനും ഓരോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് അതാത് മതവിശ്വാസികൾ മുന്നോട്ട് പോകണം. അവരുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെയാണ്. പരിശുദ്ധ ഇസ്ലാമിനൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം അനുസരിച്ച് മുസ്ലിമീങ്ങൾ മുന്നോട്ട് പോകണം. ഓരോ മതത്തിന് ആഘോഷങ്ങളുണ്ട്. ആ ആഘോഷം അതാത് മതവിശ്വാസികൾ ആഘോഷിക്കാനുള്ളതാണ്. പക്ഷേ ആ മതവിശ്വാസികൾ ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തെ ഇൻസൾട്ട് ചെയ്യുകയോ നിരുത്സാഹപ്പെടുത്തുകയോ അപമാനിക്കുകയോ ചെയ്യാൻ മറ്റൊരു മതവിശ്വാസികൾക്ക് വകുപ്പില്ല എന്ന് കരുതിയിട്ട് മറ്റു മതവിശ്വാസികളുടെ ആഘോഷത്തിൽ അതാ മുസ്ലിമീങ്ങൾക്ക് പങ്കുചേരാൻ പറ്റുമോ? അത് പറ്റൂല. ഇസ്ലാമിന്റെ നിയമമാണ്. ഓ, ഇത് കേൾക്കുമ്പോഴേക്ക് ഇത് മതസൗഹാർദ്ദത്തിന് എതിരാണ്, ഇത് മത മൈത്രിക്ക് എതിരാണ് എന്നൊന്നും ഒരാളും പറയില്ല. കാരണം എന്തേ? ഇവിടെ മുസ്ലിമീങ്ങൾക്കുള്ള ഏറ്റവും വലിയ ആഘോഷം നിസ്കാരമാണ്. നിസ്കാരത്തെക്കാളും വലിയ ആഘോഷം മുസ്ലിമീങ്ങൾക്ക് വേറെ ഇല്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ആഘോഷം 2 ദിവസങ്ങളാണ്. ഒന്ന് ഈദുൽ അദ്ഹ, മറ്റൊന്ന് ഈദുൽ ഫിത്ർ. ചെറിയ പെരുന്നാള്, ബലി പെരുന്നാൾ. ആ ആഘോഷ ദിവസത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും പ്രധാനമായ ഇബാദത്ത് ഏതാണ്? നിസ്കാരാണ്. കാരണം നിസ്കാരത്തെക്കാളും വലിയ ആഘോഷം മുസ്ലിമീങ്ങൾക്കില്ല. മുസ്ലിമീങ്ങളുടെ ആഘോഷമാണ് നിസ്കാരം എന്ന് കരുതിയിട്ട് ഇതര മതവിശ്വാസികളും പള്ളിയിൽ വന്ന് പെരുന്നാളിന് നിസ്കരിക്കണം എന്ന് മുസ്ലിമീങ്ങൾ വാശി പിടിക്കുന്നത് ശരിയല്ല. നിസ്കാരത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നു. ആരെയാണ് ക്ഷണിക്കുന്നത്? മുസ്ലിമായി, ഈമാനുള്ളവനായി, മുസ്ലിമായി വിശ്വസിച്ച് ഇസ്ലാമിൽ വിശ്വാസം സമർപ്പിച്ച് മുസ്ലിമായി ജീവിക്കുന്നവൻ, നിസ്കാരം നിർബന്ധമായവൻ, അവൻ അങ്ങാടിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പാടില്ല. അവൻ നിസ്കാരത്തിലേക്ക് വരണം എന്നാണ് ആ ബാങ്കിന്റെ മാന. അല്ലാതെ ഇതര മതവിശ്വാസികളും പള്ളിയിൽ വന്ന് നിസ്കരിക്കണം എന്ന് ആ ബാങ്കിന് മാനയില്ല. ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ ഇതുപോലെ മറ്റു വിശ്വാസികളുടെ ആഘോഷം നടക്കുമ്പോ മുസ്ലിമീങ്ങൾ ആ ആഘോഷത്തിന് ആശംസ പ്രകടിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് എതിർപ്പില്ല, എതിർപ്പുണ്ടാകാൻ പാടില്ല. കാരണം ആ ആഘോഷം ആഘോഷിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല.
ഇത് ഏത് മതവിശ്വാസികളുടെ ആഘോഷങ്ങളായാലും ശരി. പക്ഷേ വളരെ സങ്കടത്തോടെ പറയട്ടെ, ഇപ്പൊ പലരുടെയും വാട്സപ്പിൽ കാണാം, പലയിടത്തും പല ആഘോഷങ്ങളും നടത്തുന്നതായി അറിയാൻ സാധിച്ചു. ഇസ്ലാമിന്റെ പേരിൽ തന്നെ നടത്തുന്ന ചില സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങളിൽ ഏത് ഇസ്ലാമിന്റെ സ്ഥാപനമാണെന്ന് പറയാൻ താല്പര്യമില്ല, അത് പറയേണ്ടുന്ന ആവശ്യമില്ലല്ലോ. ജനങ്ങൾക്ക് ഉപകരിക്കുന്നത് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. ഞാൻ ആ ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ്. അതേ, ചില ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന കലാലയങ്ങളിൽ പോലും പലരുടെയും ആഘോഷങ്ങൾ ആഘോഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണ്. ഓ സുഹൃത്തുക്കളെ, അത് ഇസ്ലാമിന്റെ വിശ്വാസത്തിന് യോജിച്ചതല്ല. എല്ലാ മതവിശ്വാസികളോടും നല്ല യോജിപ്പിൽ വേണം, സൗഹാർദ്ദതയിൽ വേണം, മൈത്രിയിൽ വേണം, അതേ സന്തോഷത്തിലും സ്നേഹത്തിലും വേണം എന്ന് കരുതിയിട്ട് ഇതര മതവിശ്വാസികളുടെ ആഘോഷങ്ങൾ വരുമ്പോ അതേ വാട്സപ്പിന്റെ സ്റ്റേറ്റസിൽ കമ്പനിയുടെ പേരും എഴുതിയിട്ട്, അതുപോലെ തന്നെ വ്യക്തിയുടെ പേരും എഴുതിയിട്ട്, ഗ്രൂപ്പിന്റെ പേരും എഴുതിയിട്ട്, അതാ വാട്സപ്പിന്റെ ഗ്രൂപ്പിന്റെ പേരും എഴുതിയിട്ട് ആശംസ പ്രകടിപ്പിച്ച് അത് സ്റ്റേറ്റസുകളിൽ എടുത്തു വെക്കുന്ന സ്വഭാവം ഇസ്ലാം പൊറുക്കാത്തതാണ് കേട്ടോ. അതാര് ചെയ്താലും ശരി, ഏത് അഡ്രസ്സിൽ ചെയ്താലും ശരി, പടച്ചറബ് പൊറുക്കാത്തതാണ് കേട്ടോ. ഇതര മതവിശ്വാസികളുടെ ആഘോഷവേളയിൽ അവർ പ്രത്യേകമായി ധരിക്കുന്ന ഡ്രസ് കോഡ്, അതും കൂടി മുസ്ലിം പേര് വെച്ച് നടക്കുന്ന ചില ആളുകൾ ധരിക്കുകയാണ്. അത് കടുത്ത തെറ്റാണ് കേട്ടോ. ഇത് മതസൗഹാർദ്ദത്തിനെതിരല്ല, മതമൈത്രിക്കെതിരല്ല, മറ്റു മതക്കാരോടുള്ള സ്നേഹത്തിനെതിരല്ല, വൈരാഗ്യത്തിനുള്ള നിമിത്തമല്ല, വിദ്വേഷത്തിനുള്ള നിമിത്തമല്ല. ഇത് കേവലം ഇസ്ലാമിന്റെ